III +1 കോമേഴ്സ് ഫാമിലി. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ മാർക്ക് വെയിറ്റേജ്, ബിസിനസ് സ്റ്റഡീസിൽ നമ്മുടെ മാർക്ക് വെയിറ്റേജ് ആണ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ എത്രയും വേഗം കാണുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യായിരിക്കും, അതിന്റെ കൂടെ തന്നെ കുറച്ച് സ്മാർട്ട് വർക്കും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്സ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 6th ചാപ്റ്റർ ആയ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന ചാപ്റ്റർ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7th ചാപ്റ്റർ ആണ്, നമ്മുടെ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഫോർമേഷൻ ഓഫ് എ കമ്പനി അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. അതിനകത്തുനിന്ന് 8 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പം 4 മാർക്കിന്റെ 2 ചോദ്യമാവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും വരാം. അപ്പൊ നിങ്ങൾ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 2 മാർക്സ് വേണമെങ്കിൽ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പം 8 മാർക്സ് എന്ന് കാണുമ്പോൾ കൃത്യം 8 മാർക്കിന് തന്നെ ചോദിക്കണം എന്നില്ല. സ്പ്ലിറ്റ് ചെയ്ത് പല മാർക്ക് വേരിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസസിലായിരിക്കും ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ എസ്സേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ എംഫസൈസ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇനി അടുത്ത ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 8ാമത്തെ ചാപ്റ്ററായ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിന് 8 മാർക്കിന്, നേരത്തെ ചാപ്റ്റർ പോലെ തന്നെ 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ് വരുന്നത്. വേണമെങ്കിൽ ഒരു എസ്സേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാർക്സിനാണെങ്കിലും കുറേ ചോദ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസും എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അത് പഠിക്കുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. കുറേ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ സീനൊന്നുമില്ല, ഭംഗിയായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, 9ാമത്തെ ചാപ്റ്റർ MSME ആൻഡ് ബിസിനസ് ഓൺട്രപ്രന്യൂർഷിപ്പ് ആണ്. വളരെ കുട്ടി ഒരു ചാപ്റ്ററാണ്. പെട്ടെന്ന് ആ ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്ന ഉടനെ തീരുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇത് 4 മാർക്സിന്റെ വെയിറ്റേജ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 4 മാർക്കൊക്കെ അല്ലേ ഉള്ളൂ, ഇതൊക്കെ എന്തിനു പഠിക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ആ ഒരു 4 മാർക്കിലായിരിക്കും നിങ്ങളുടെ A+ നഷ്ടമാവുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറേ സമയം കൊടുത്ത് അതിൻ്റെ പുറകെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക. അതും നമ്മളിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. 10th ചാപ്റ്റർ ഇന്റേണൽ ട്രേഡ്. അതെടുക്കുമ്പോഴേ മറിച്ചാൽ പോലും തീരാത്തൊരു ചാപ്റ്ററാണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ക്ലാസിഫിക്കേഷൻസ് ആയിക്കോട്ടെ, കുറേ ടേബിൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വളരെ സിമ്പിളായിട്ട്, അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇട്ട് എഴുതാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറേ പേരുകളൊക്കെ അതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. അതും ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. 2 മാർക്സിനൊക്കെ ചോദിക്കുവാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതി വെക്കാം. അത് 10 മാർക്സിനാണ് ചോദിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഒരു എസ്സേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ മാക്സിമം കാണുക. 11ാമത്തെ ചാപ്റ്റർ ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ്സിൻ്റെ അകത്ത് വലിയ താല്പര്യമൊന്നും കാണത്തില്ല അത് പഠിക്കാൻ. കാരണം അത്യാവശ്യം ഇച്ചിരി വലിയ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ 5 മാർക്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും 5 പോയിന്റ് വെച്ച് പഠിച്ച് പോകുക. ചിലപ്പോൾ 10, 12, 11 പോയിന്റ്സ് ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ 5 മാർക്കിനാണല്ലോ വരുന്നത്. ഇപ്പോൾ 5 പോയിന്റ്സ് മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുക. അപ്പം 5 പോയിന്റ്സ് മിനിമം നിങ്ങളത് പഠിച്ചു വെക്കുക. അതാവുമ്പം 5 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്ക് വെയിറ്റേജ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും മാർക്കിൻ്റെ ചാപ്റ്ററാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ സ്കെഡ്യൂൾ ചെയ്തിട്ട് ആദ്യം ഏറ്റവും മാർക്ക് വെയിറ്റേജ് ഉള്ള സാധനം വെച്ച് പഠിച്ച് പോകും. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.